കേരളാവിൽ നിന്ന് ഫോൺ വന്നിരുന്നു. 30-ാം തീയതിക്കുള്ള സാമൂതിരിയെ പറ്റി 200 എണ്ണം തീർത്തേക്കണം. ഡബിൾ സൈഡ് ബ്രോങ്കഡ്സ് 100 എണ്ണം. சரிங்கம்மா. ശരി அம்மா முதலரையா வந்துட்டாங்க. ദേവരാജ, ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാ. ഏമാനിക്കറേടാ. കോവില് തിരക്കധികം ഉണ്ടായിരുന്നോ? 1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംഭരയെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണ് നിറച്ച് കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു. ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞെന്ന് അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെ ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. கடவுள் கிட்ட மறதக என்ன கேட்டான்னு தெரியுமா? என்ன கேட்டே? அது மட்டும் சொல்ல மாட்டேன். ஏய் சொல்லண்டி. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. ശരത് കുമാറാ? ചിന്ന പൊണ്ണ് ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടി. ഏകാംബര കോയില് മാത്രമേ പോയുള്ളൂ? അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு கேக்குறாங்க? സുബ്രഹ്മണ്യനിക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴുതാ പോലെ. ഏകാംബരന് എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. எங்க பொண்டாட்டி இல்லையா? ജടയ്ക്കുള്ളിരിക്കുന്ന കള്ളക്കാതിലി എങ്ങനെ പൊണ്ടാട്ടി ആവൂടി? யாரு കള്ളക്കാതിലി? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും. പക്ഷെ ഞാനൊരു പഴഞ്ചൊല്ലി പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയാളുടെ നമ്പറും കൊടുത്തു, അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിപ്പിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലകുളിയോ? ആരുടെ? അല്ല, പുലികളി. നീ പൊക്കോ. അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ് അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെയാ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 പേര് ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തോക്കെ വേണ്ടേ? അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് 2 ഏതെങ്കിലും മൂലയ്ക്ക് കളഞ്ഞിട്ട് നീ ഇത് 2 എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനമ്മ പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന എണ്ണം കൊണ്ടുപോയി അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് 2 വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അതെ, മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയില്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. മീനാക്ഷി പ്ലാറ്റ്ഫോമിൽ തേടി എല്ലായിടത്തിലും തേടി பார்த்தாச்சு. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? ഫോണിൽ കൂപ്പിട്ട് பார்த்தா സെൽഫോൺ സ്വിച്ച് ഓഫ് பண்ணிருக்கு. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടൊന്നും എനിക്ക് കേൾക്കണ്ട. തന്നിഷ്ടം കാണിക്കുന്നതിൽ അതിരുണ്ട്. മാമന് ശരവണ്ണൊക്കെ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്കാം. ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു. നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ സമാധാനം പറയേണ്ടത് ഞാനാ. നിശ്ചയോ? ആർക്ക്? നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറയണ്ട. മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയായിരുന്നോ? ദേ, അപ്പാവും ഇല്ലാത്തിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയാക്കാമെങ്കിലേ നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നും ഒക്കെ എനിക്കറിയാം. ഓ ശരി ശരി, സമ്മതിച്ചു. എന്നിട്ട് ആരെ എന്റെ കഴുത്ത് കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്? അത് ഇന്നും ഇന്നലെ ഉറപ്പിച്ചതല്ലാന്ന് അറിയാലോ നിനക്ക്. 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണിക്കൊണ്ട് ഷോള് നെയ്ക്കി അവൻ. നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ? അവൻ എത്ര പെമ്പിളാർക്ക് ഷോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക്? ദേ,
ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ ഇവൻ എന്നൊക്കെ മര്യാദ അല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അമ്മാവിടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ. ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി. അമ്മ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നത്? എന്നായാലും അത് ഞാൻ കാണേണ്ടത് തന്നെയല്ലേ. പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ. ഞാൻ ഈ ഷോള് വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. പുറത്തു പോനാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சியை தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போ. மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பார்த்தா ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ, എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ. വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும். அது போறாதா? அது போதும் அத்தா. மச்சான் யாரது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. கோல்டு என்னடா நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நாய் நீ எப்படி முழிக்க மச்சா? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டாய் புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன വയസ്സിലെ അണ്ണ ரொம்ப பயந்தாവ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നത്. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவான் போவான், அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னேன் ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ രാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ முத்துப்பாண்டி, என்னால தாங்க முடியலடா. மனசுக்குள்ள எவ்வளவு வேதனை இருக்குன்னு தெரியுமா? என்னன்னா இந்த மாதிரி எங்களுக்கு ஐடியா சொல்லி கொடுக்குற நீங்களே இப்படி மனசு உடைஞ்சு போடலாமா? ஆமா அண்ணே. மீனாட்சி எனக்கு பொண்டாட்டியாக வர்றது எவ்வளவு நாளா கனவு கண்டுட்டு இருக்குன்னு தெரியுமா? அவளை தூக்கிட்டு வாங்கண்ணே. யாருக்கும் தெரியாம அந்த ஏகாம்பரநாதர் கோவிலுக்கு கொண்டு தாலி கட்டிடலாம். கெட்ட வேண்டாம், நேரம் வரட்டும். முதல்ல மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய இங்க எவனும் வரக்கூடாது. நீங்க தைரியமா இருங்கண்ணே. எந்த மலையாளத்தானும் இந்த காஞ்சிபுரம் பார்டர்ல கால் எடுத்து வைக்க மாட்டான். ஆமா, நம்ம கிட்ட ஆள் இருக்கண்ணே. வெட்டி புதைக்க சொன்னா போதும், புதைச்சிடுவேன். முதல்ல அதை செய், பாக்கி அப்புறம் பாத்துக்கலாம். വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പില്ലേ?
ഇതൊരു തുടക്കം മാത്രം. ഓ, രണ്ട് ചമ്മി. കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക വെച്ച് കയറ്റിപ്പിടി അണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറയില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ടല്ലേ? നീ ആ കണ്ണാടി ഒന്നും ഊരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவிலிருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ് അയ്യങ്കാർ. ஐயா அந்த தலை கொஞ்சம் എന്തോ അയ്യങ്കാർ? ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദിത്യ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. ശരത്കുമാർ அக்கா வந்து பாரு யாரு வந்திருக்காங்கன்னு. யாரு? நம்ம சரத்குமார் இல்லையா? ശരത്കുമാർ? அங்க நம்ம கோவில்ல பார்க்கலையா? நல்ல டிஷம் அவர்தான். ആമാ, അവരാ? അവരതൊക്കെ നമ്മ വീട്ടിക്ക് വരണോ? ഇവർ അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പോ കല്യാണം കഴിയുന്നവരെല്ലാവരും ഇവിടെ ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി, അമ്മ നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നെ അല്ലാതെ. അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ള. കാഞ്ചനാഥ, എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ, അപ്പടിയാ? കേരളാവിൽ എപ്പടി മഴ ഇരിക്ക? മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. കഴിഞ്ഞ പുലികളെ കൊണ്ടുവന്നിരിക്ക? പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ തൊലയ്ക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്ക. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം. ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളയ്ക്കണം. അത് ഇവരെ രണ്ടാളെയും തളയ്ക്കാൻ ഒരു സ്ഥലം വേണം. തളയ്ക്കാനോ? അല്ല, താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ 2 ഭാര്യമാർ. ഓ, ആശ്വാസമായി. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ஐயா, இவங்க வந்து நித்திய பிரம்மச்சாரி. நாம எல்லாம் டீசன்ட் பார்ட்டிஸ் ஐயா. செப்பரேட் அகாமடேஷன் கிடைச்சா ரொம்ப நல்லா இருக்கும். அப்படியா? ஆமா. காஞ்சிநாதா, ஐயா, நீ இவங்களை எல்லாம் கூட்டிட்டு போங்க. நீங்க 2 பேரும் என் கூட வாங்க. ஓகே அண்ணாச்சி. ചെല്ലിങ് വാങ്ങ. ഇങ്ങ നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലുതാലോ ചെന്നു ഗൃഹപ്രവേശം. തിരിച്ചു പോകാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതി. അതൊന്നും ഉണ്ടാവൂല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവൂല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളൂ. കാമാക്ഷിയമ്മയോ? അതാര്? കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി, സാക്ഷാൽ പാർവതി ദേവി. കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ.
അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നൂറുകണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചീപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക്ക? എന്താ നിനക്ക് ഒന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. വന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരെ. അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ, അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലിയാർ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു. രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളേടൻ തന്തേടൻ തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാണെന്ന് ആരും പറയേ. വാങ്ങോ, അടുത്ത ലിംഗത്തെ കാണാം. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രലിംഗം മുതലിയാർ. അയ്യോ, ഇത് MGR അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ? MGRും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽപ്പെടും. ഇതേത് ലിംഗത്തിൽപ്പെടും? ഇത് എന്നോട് മകൻ ശരവണ ലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. എന്ന് വെച്ചാ പണിയൊന്നുമില്ല. നമുക്ക് പണിയാവോ? ഇത് എന്നോട് പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഓഹോ, അപ്പാ ഔട്ട് ഓഫ് സ്നാൻ കാട്ടി കൊടുക്കറേ അപ്പാ. ഇത് എന്നോട് ചെല്ല കിളിമകൾ മരതകം. ചെല്ല വാങ്ങ. എന്നാ ബോഡി രാജ നട ആമ്പിളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറുക്കണ്ട. ഉള്ള പൊടി ഔട്ട് ഹൗസ് പക്കം എത്തി പാത്തേം തെരഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. പൊടി കാഞ്ചി കാമാക്ഷി വെളുക്കാൻ തേച്ചത് പാണ്ടാകക്കൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം എങ്ങനെയാണ്? ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി അത് കഴിക്കണം? പാപ്പാത്തി തരും. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടത്തെ വേലക്കാരുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കുമല്ലോ. ഒന്നും മിണ്ടാതിരിക്കെ. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വാടക കൊടുക്കാൻ പറ്റും. ഉള്ള വന്ന് പാരുങ്ക. ചെറുതായ നിങ്ങക്ക് കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാൻ. കൂപ്പിട്ടിയമ്മ. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നുമല്ല, മസാല ദോശയാ. ഒന്നും വാ അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ சரி. എന്നാ പോ തുടപ്പെല്ലാം എടുത്തിട്ട് വാ. உங்களுக்கு തിരുമണം ആച്ചാ? അച്ചുവണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമെന്നില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ടും തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണം ആച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി 4-5 കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പടിയാ, ശരി വരാൻ. എങ്ക அப்பா மாதிரி ഒരു ചിന്ന വീട് കെട്ടിക്കറിയാ? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല. ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ 2ാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് 3 ഇല വിരിഞ്ഞില്ല. അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ? അച്ചുവേട്ടാ സൂക്ഷിക്കണം. പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്.